ആരാണ് യൊരീച്ചിയുടെ ഉറ്റ സുഹൃത്ത്? നമുക്ക് നോക്കാം. ടാഞ്ചിറോയുടെ ഉറ്റ സുഹൃത്തുക്കളാണ് ഇനോസ്കയും സെനിറ്റ്സും. അതുപോലെ യൊരീച്ചിക്കും ഉണ്ടായിരുന്ന ഒരു ഉറ്റ സുഹൃത്ത് നമ്മുടെ രംഗോക്കു ക്യോജിറോയുടെ ആൻസെസ്റ്ററും ഫസ്റ്റ് ഫ്ലെയിം ഹാഷിറ കൂടിയായ എൻജിറോ രംഗോക്കു ആണത്. ഒരു ഡീമന്റെ ആക്രമണത്തിലാണ് യൊരീച്ചിയുടെ ഭാര്യയും കുഞ്ഞും മരണപ്പെടുന്നത്. തന്റെ ഭാര്യയുടെ ചേതനയറ്റ ശരീരം ചേർത്ത് പിടിച്ച് ദിവസങ്ങളോളം യൊരീച്ചി കരയുകയുണ്ടായി. ഈ സമയം അതുവഴി കടന്നുപോയ എൻജിറോ യൊരീച്ചിയെ കാണുകയുണ്ടായി. കാര്യങ്ങൾ അന്വേഷിച്ച എൻജിറോ യൊരീച്ചിയെ സമാധാനിപ്പിക്കുകയും ചെയ്തു. ഇവിടെ വെച്ചാണ് ഇവർ തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടുന്നത്. പിന്നീട് യൊരീച്ചിയോടൊപ്പം കൂടി ഭാര്യയെ സംസ്കരിച്ചതിന് ശേഷം തന്റെ കൂടെ ഡീമൻ സ്ലെയർ കോപ്സിലേക്ക് വരാൻ എൻജിറോ നിർദ്ദേശിച്ചു. ആ സമയം എൻജിറോ ഒരു ഡീമൻ സ്ലെയർ ആയിരുന്നു. യൊരീച്ചി ഡീമൻ സ്ലെയർ ആയതിനു ശേഷം ഒരു സുഹൃത്തായി എന്നും എൻജിറോ കൂടെ കാണുമായിരുന്നു. ഒരു സുഹൃത്ത് എന്നതിലുപരി ഒരു ജ്യേഷ്ഠനെ പോലെയായിരുന്നു എൻജിറോ യൊരീച്ചിയോട് പെരുമാറിയിരുന്നത്. കാരണം പ്രായം കൊണ്ടും പരിചയ സമ്പത്ത് കൊണ്ടും എൻജിറോ ആയിരുന്നു മുന്നിൽ. അതുകൊണ്ട് തന്നെ യൊരീച്ചി സൺ ബ്രീത്തിങ് സ്റ്റൈൽ കണ്ടുപിടിച്ചപ്പോൾ അത് ഏറ്റവും കൂടുതൽ യൊരീച്ചി പകർന്നു കൊടുത്തത് എൻജിറോക്കാണ്. അതിന്റെ ഫലമായി ഇന്നും സൺ ബ്രീത്തിങ് ടെക്നിക്കിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ബ്രീത്തിങ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ അത് ഫ്ലെയിം ബ്രീത്തിങ് ആണ്. സുമിയോഷിക്ക് കൊടുത്ത പോലെ ഒരു ഹനഫോഡ ഇയറിംഗ്സ് എൻജിറോക്കും യൊരീച്ചി കൊടുത്തിട്ടുണ്ട്. പക്ഷേ എൻജിറോ അത് ധരിക്കുന്നതിന് പകരം സൂക്ഷിച്ചു വെക്കുകയാണ് ഉണ്ടായത്. ടാഞ്ചിറോ രംഗോക്കുവിന്റെ വീട്ടിലെത്തിയപ്പോൾ തന്റെ ചെവിയിൽ കിടക്കുന്ന ഹനഫോഡ ഇയറിംഗ്സ് കണ്ട് രംഗോക്കുവിന്റെ അച്ഛൻ ഞെട്ടാൻ കാരണം ഇത് തന്നെയാണ്. കാരണം രംഗോക്കു കുടുംബത്തിനും ഇതുപോലൊരു ഹനഫോഡ ഇയറിംഗ്സ് ഉണ്ടായിരുന്നു. എൻജിറോയുടെ മരണത്തിന് ശേഷം തന്റെ മക്കൾ തങ്ങൾക്ക് കിട്ടിയ ഫ്ലെയിം ബ്രീത്തിങ് സ്റ്റൈലിൽ എഴുതി സൂക്ഷിച്ചു വെക്കുകയുണ്ടായി. അവരുടെ കുടുംബത്തിൽ പിന്നീട് വന്ന എല്ലാ ഡീമൺ സ്ലേയേഴ്സും ഫ്ലെയിം ബ്രീത്തിങ് യൂസേഴ്സ് ആയിരുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗൈസ്? താഴെ കമന്റ് ചെയ്യുക.